സ്വാതി തിരുനാൾ എന്നൊരു മഹാരാജാവ് 16-ാം വയസ്സിൽ അധികാരത്തിലേറിയ ആ 16 ഭാഷകൾ പഠിച്ച ആ മഹാപണ്ഡിതൻ, കവിയും സംഗീതജ്ഞനുമൊക്കെ ആയിരുന്ന ആ മഹാപണ്ഡിതനാണ് നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. പബ്ലിക്കിന് വേണ്ടി, ആ പബ്ലിക് എന്ന പദമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു നാട്ടുരാജാവ് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കുക, അതാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത. ഈ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, സർ CP-യുടെ സൃഷ്ടിയാണ്. അപ്പോൾ അതാണ് വാസ്തവത്തിൽ പിൽക്കാലത്ത് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ബേസായി തീർന്നത്, അടിസ്ഥാനമായി തീർന്നത്. ഈ പെരുപ്പംകുടം ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ എനിക്ക് മാതൃകയായിട്ട് പെരുപ്പംകുടം ശ്രീധരൻ നായർ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ 1950-കളിലാണ്, ഞാൻ 43-ൽ ജനിച്ചവരാണ്. അപ്പോൾ അവിടെ ഒരു യുവജന സമാജ ഗ്രന്ഥശാലയും യുവജന സമാജവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെരുപ്പംകുടം ശ്രീധരൻ നായർ എൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ വന്നവനാണ്. ഒരു യുവജന സമാജ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥശാലയിൽ ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മാവൻ, അദ്ദേഹം ആയുർവേദ വൈദ്യനായിരുന്നു. അദ്ദേഹം 49-ലാണ് ആയുർവേദ കോളേജിൽ പഠിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു, സഹപാഠിയായിരുന്നു തോപ്പിൽ പാസി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രേരണയിൽ വീട്ടിൽ ചങ്ങമ്പുഴയുടെയും ONV-യുടെയും വയലാറിൻ്റെയൊക്കെ കൃതികൾ അവൻ വരുത്തുമായിരുന്നു. അതുപോലെ നവയുഗം ആഴ്ച പതിപ്പും അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്നെ സ്വാധീനിച്ചു. അങ്ങനെയാണ് ചങ്ങമ്പുഴയുടെയും ONV-യുടെയും വയലാറിൻ്റെയും കവിത എന്നെ ആകർഷിച്ചത്. ആ ആകർഷണമാണ് ഗ്രന്ഥശാലയിൽ ചേർന്ന് പുസ്തകം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായി 1956 തൊട്ട് മുമ്പ് ഞാൻ ഒരു 16 വയസ്സുള്ളപ്പോൾ അവിടുത്തെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയായി. അപ്പോൾ ഗ്രന്ഥശാല മാത്രമല്ല, തൊട്ടടുത്ത ഗ്രന്ഥശാലകളിൽ നിന്നും പുസ്തകങ്ങൾ വായിച്ചെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മലയാള അധ്യാപകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ പാർത്ത് വിദ്യാഭ്യാസം നേടിയ നാരായണൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ട് എനിക്ക് കവിതയിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെയും കുമാരനാശാൻ്റെയും കൃതികളൊക്കെ നിർബന്ധപൂർവ്വം വായിപ്പിക്കുകയും പിറ്റേ ദിവസം അവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഞാനൊരു കാവ്യാസ്വാദകനായി, പുസ്തക വായനക്കാരനായി. അപ്പോൾ എൻ്റെ അധ്യാപകൻ നാരായണ സാറാണ് എന്നെ വായനയിലേക്ക്
ഏറ്റവും അധികം പ്രേരിപ്പിച്ചത്. അതായത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയൊരു ചരിത്രമുണ്ട്. അപ്പം ഞാൻ അവൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു, ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ കൂടിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടായത് തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയാണ്. അവൻ്റെ ചരിത്രമെന്ന് പറയുന്നത്, സ്വാതി തിരുനാൾ എന്നൊരു മഹാരാജാവ് 16-ാം വയസ്സിൽ അധികാരത്തിലേറിയ, ആ 16 ഭാഷകൾ പഠിച്ച ആ മഹാപണ്ഡിതൻ, കവിയും സംഗീതജ്ഞനുമൊക്കെ ആയിരുന്ന ആ മഹാപണ്ഡിതനാണ് നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം 1829 അധികാരമേൽക്കുന്നത്. അപ്പോൾ അധികാരമേൽക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്, അറിയാമല്ലോ. അത് ഒരു ആക്ടിങ് റെസിഡൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് റെസിഡൻ്റുമാരുടെ കീഴിലാണ് നാട്ടുരാജ്യങ്ങൾ ഭരിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മ്യൂസിയം സ്ഥാപിച്ച, ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലൈബ്രറിയാണ്. ഈ കാളവനുമായിട്ട് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു, എഴുത്തുകുത്ത് മുഖാന്തരം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ മാതൃകയിൽ തിരുവനന്തപുരത്തൊരു ലൈബ്രറി സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചു. ഗ്രന്ഥശാല പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. അതിൽ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ, ഒരു രാജാവ് ഒരു നാടുവാഴിത്ത സമ്പ്രദായത്തിൽ കഴിയുന്ന തിരുവിതാംകൂറിൽ ആദ്യമായി ബഹുജനങ്ങൾക്ക് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി, ആ പബ്ലിക് എന്ന പദമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു നാട്ടുരാജാവ് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കുക, അതാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത. അപ്പോൾ അന്ന് ഇങ്ങനെയൊന്നും ധരിച്ചിരിക്കില്ല. പക്ഷേ പബ്ലിക് ലൈബ്രറി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കുകയും ആ ഗ്രന്ഥശാലയിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് പുസ്തകം എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് തിരുവിതാംകൂറിൽ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടാവുന്നത്. തിരുവിതാംകൂറിൽ മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയും തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. അപ്പോൾ കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എന്ന് സാധാരണ പറയാറുണ്ട്. അത് തെറ്റാണ്. അത് 1836 ഉണ്ടാകുന്നത്. ഇത് 1829. അതുതന്നെയും വിക്ടോറിയ മെമ്മോറിയൽ ഗ്രന്ഥശാല എന്ന് പറഞ്ഞിട്ടാണ് കൽക്കട്ട നാഷണൽ ലൈബ്രറി ഉണ്ടായത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് അതിൻ്റെ പേര് കൽക്കട്ട നാഷണൽ ലൈബ്രറിയാക്കി മാറ്റിയത്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. ഈ പബ്ലിക് ലൈബ്രറി വന്ന ശേഷം ഈ സ്വാതന്ത്ര്യനാളിൻ്റെ വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫലമായി തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യർ പലയിടത്തും സ്വതന്ത്രമായി ലൈബ്രറികൾ ആരംഭിച്ചു. അപ്പോൾ ദേശീയ പ്രസ്ഥാനവും സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനവും വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ അതൊക്കെ പ്രതിഫലിപ്പിക്കാൻ പുസ്തകങ്ങൾ ഉണ്ടാവുകയും ആ പുസ്തകങ്ങൾ ജനങ്ങളെ കൈകളിൽ എത്തിക്കാൻ ഗ്രന്ഥശാലകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തും, ഉദാഹരണത്തിന് നെയ്യാറ്റിൻകര ജ്ഞാനപ്രദായിനി, അത് കഴിഞ്ഞ് സ്വദേശാഭിമാനി നാട് കടത്തിയപ്പോൾ അവിടെ സ്വദേശാഭിമാനി ലൈബ്രറി, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൻ്റെ അടുത്ത് സുഗുണവിലാസം ഗ്രന്ഥശാല, അതുപോലെ AR രാജരാജൻ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമായൊരു ഗ്രന്ഥശാല ചങ്ങനാശ്ശേരിയിൽ. ഇങ്ങനെ കുറേ ഗ്രന്ഥശാലകൾ ഉണ്ടായി.
അപ്പോൾ ആ ഗ്രന്ഥശാലകൾ ഇത് ഇത് സമയം കൊച്ചിയിലും കുറേ ഗ്രന്ഥശാലകളുണ്ടായി. 1831 കൊച്ചിയിലെ പബ്ലിക് ലൈബ്രറി, എറണാകുളം പബ്ലിക് ലൈബ്രറിയാണ് ആദ്യത്തെ കൊച്ചിയിലെ ഗ്രന്ഥശാല. അത് കഴിഞ്ഞിട്ട് ഈ ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമമേനോൻ എന്ന് പറയുന്ന MRKC അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രന്ഥശാല പുസ്തകാലയ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘവും അവന് ഗ്രന്ഥവിഹാരം എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായി. 1914 ചെറായിയിലും കൊടുങ്ങല്ലൂരിലും നമ്പൂതിരിമാരുടെ യോഗക്ഷേമ സഭയുടെയും നേതൃത്വത്തിൽ ലൈബ്രറികളുണ്ടായി. ആ ലൈബ്രറികൾ വികസിച്ചത് 1940 ശേഷം ഷൺമുഖൻ ചെട്ടി എന്ന് പറയുന്ന ഒരു ദിവാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഈ വിദ്യാഭ്യാസവും തദ്ദേശ ഭരണവും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മന്ത്രിയിൽ നിന്ന്, കേരളീയനായൊരു മന്ത്രിയിൽ കൊച്ചിക്കാരനായൊരു മന്ത്രിയെ ഏൽപ്പിച്ചപ്പോൾ ഡോക്ടർ AR മേനോൻ 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിലെ ആരോഗ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഗ്രാമീണ ഗ്രന്ഥശാലകൾ. അപ്പോൾ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ, കാരണം കൊച്ചി രാജാവ് തിരുവിതാംകൂറിലെ സർ CP പോലെ ഒരു ജനകീയ ദേശീയ പ്രസ്ഥാനത്തെ എതിർക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് 262 ഗ്രാമീണ ഗ്രന്ഥശാലകൾ സർക്കാർ സ്പോൺസേഡായി സ്ഥാപിച്ചു. അതേസമയം മലബാറിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം മലബാറിലാണ്. 1937 കൃത്യമായി പറഞ്ഞാൽ ജൂൺ 11 K. ദാമോദരൻ്റെ നേതൃത്വത്തിൽ മലബാറിലെ ദേശീയ നേതാക്കന്മാർ, അന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കന്മാരെന്നാണ് അവരറിയപ്പെടുന്നത്, 1934 EMSൻ്റെ നേതൃത്വത്തിൽ KPCC എന്നൊക്കെയാണ് പേരെങ്കിലും മലബാറിൽ മാത്രമുള്ള പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. അവർ ഒരു 3 മുദ്രാവാക്യങ്ങൾ വെച്ചു. 1, എല്ലാ ഗ്രാമത്തിലും ചർക്കാ ക്ലാസ്. 2, എല്ലാ ഗ്രാമത്തിലും വായനശാലകൾ. എല്ലാ ഗ്രാമത്തിലും ഹിന്ദി പഠന ക്ലാസ്. ഈ തരത്തിൽ സ്ഥാപിച്ചപ്പോൾ 1937 വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വായനശാലകളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു കേന്ദ്രീകൃത പ്രസ്ഥാനം ഉണ്ടാക്കാൻ ദാമോദരൻ മുൻകൈയെടുത്തു. അപ്പോൾ K. ദാമോദരൻ, അതിലെ KPR ഗോപാലൻ, മൊയ്യാരത്ത് ശങ്കരൻ, MK കേളു തുടങ്ങിയ ഇടതുപക്ഷ കോൺഗ്രസ്സുകാരും ബാലഗോപാലിനെ പോലുള്ള മധ്യവർത്തി കോൺഗ്രസ്സുകാരും മധുരവനം കൃഷ്ണക്കുറുപ്പിനെ പോലുള്ള അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളും ചേർന്നിട്ട് ഒരു സംഘമുണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞത്. 37 ജൂൺ 11 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ, ആ യോഗത്തിൽ അധ്യക്ഷത വെച്ച് കേളപ്പനാണ്. അങ്ങനെയാണ് മലബാർ വായനശാല സംഘം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മലബാർ വായനശാല സംഘം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ദേശീയ പ്രക്ഷോഭത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടി ജനങ്ങൾക്ക് ഇഷ്ടമായി കൂടാനും ഒരുമിച്ച് ചേരാനും പറ്റുന്നൊരു കേന്ദ്രമാക്കിയാണ് ഗ്രന്ഥശാലകൾ മാറ്റിയത്. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാറിലാണ് ആദ്യത്തെ ഗ്രന്ഥശാല, സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം വരുന്നത്. അവൻ്റെ പേര് മലബാർ വായനശാല സംഘം എന്നാണ്.
ആ മലബാർ വായനശാലാ സംഘം അനിശ്ചിതമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1939 അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ ഒരുമിച്ച് കൂട്ടായി 1939 പിണറായിയിൽ ചേർന്ന സമ്മേളനത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് ആയി സ്വയം പ്രഖ്യാപിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെടുകയും അതിനെ തുടർന്ന് ഈ പ്രധാന പ്രവർത്തകരെല്ലാം ഒളിവിൽ പോവുകയും ചെയ്തു. അങ്ങനെ മലബാർ വായനശാലാ സംഘത്തിൻ്റെ പ്രവർത്തനം നിർജ്ജീവമായി. 1943 ഡിസംബറിൽ തലശ്ശേരിയിൽ വച്ച് ഈ മിതവാദികളായ കോൺഗ്രസ്സുകാരും രാഷ്ട്രീയമില്ലാത്ത അധ്യാപക പ്രസ്ഥാനത്തിൽപ്പെട്ടവരും ചേർന്നിട്ടൊരു സമ്മേളനം ചേർന്നു. ആ സമ്മേളനം മലബാർ വായനശാലാ സംഘത്തെ കേരള ഗ്രന്ഥാലയ സംഘമായി രൂപപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നവർ മധുരവനം കൃഷ്ണൻകുറുപ്പും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും പനമ്പള്ളി ഗോവിന്ദമേനോനും സി ഉണ്ണിരാജയും ബാലാമണി അമ്മയെയും പോലുള്ള ആളുകളാണ്, ബാലഗോപാലിനെയും പോലുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാം ചേർന്നിട്ട് കേരള ഗ്രന്ഥാലയ സംഘം രൂപീകരിക്കുകയും അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ സർ സി പി രാമസ്വാമി അയ്യർ 1945 ഈ കേരള ഗ്രന്ഥാലയ സംഘം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടിയാണ് സർ സി പി ഇവിടെ നിലകൊണ്ടത്. അപ്പോൾ അദ്ദേഹം ഈ വളരെ ബുദ്ധിമാനായിരുന്നു. ഈ ഗ്രന്ഥശാലകളെ നിരോധിക്കുന്നതിന് പകരം അദ്ദേഹം സ്വന്തമായൊരു ഗ്രന്ഥശാല ഉണ്ടാക്കി. അതാണ് തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം. 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലാണ് അതിൻ്റെ മീറ്റിംഗ്, ആദ്യത്തെ യോഗം ചേർന്നത്. ആ യോഗം വിളിച്ചു കൂട്ടിയത് അവിടുത്തെ നായർ പ്രമാണിമാരും അമ്പലപ്പുഴയിലുള്ള പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയും ചേർന്നാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നാരായണക്കുറുപ്പ് MLC എന്ന് പറയുന്ന ആളും പി കുഞ്ഞൻകുറുപ്പ് എന്ന് പറയുന്ന ഗ്രന്ഥശാല പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ പ്രസിഡൻറ്റുമായിരുന്നു. അവിടെ സെക്രട്ടറി ആയിരുന്ന PN പണിക്കർ ആണ്. PN പണിക്കർ രംഗത്ത് വരുന്നത് അവിടെയാണ്. അദ്ദേഹം നീലമ്പേരൂരുകാരനാണ്. പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. നാണപ്പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇതിനിടയിൽ രാഷ്ട്രീയമായി തിരുവിതാംകൂറിൽ ഒരുപാട് മാറ്റം വന്നു. പട്ടംതാണുകളുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു സംഘമുണ്ടാക്കി രാഷ്ട്രീയം. അപ്പോൾ അതിനെ പിളർന്ന നിയമസഭയിൽ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് CP മുൻകൈ എടുത്തിട്ട് CPയുടെ സ്പോൺസേഡ് അത് ഗാന്ധിയെ അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വിഭജിക്കാനാണ് CP ശ്രമിച്ചത്. ആ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ KM കേശവനെ പ്രസിഡൻ്റാക്കി PN പണിക്കരെ സെക്രട്ടറിയാക്കി രൂപീകരിച്ച സംഘമാണ് തിരുക്കൊച്ചി ഗ്രന്ഥശാലാ സംഘം. അത് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി ഈ അന്ന് പ്രൈമറി സ്കൂൾ അധ്യാപകൻ 5 രൂപയാണ് ശമ്പളം. ഈ PN പണിക്കരെ ഡെപ്യൂട്ടേഷനിൽ എടുത്തിട്ട് 50 രൂപ അലവൻസും 50 രൂപ യാത്രപ്പടിയും കൊടുത്ത് സെക്രട്ടറിയാക്കി. അങ്ങനെയാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ CP രാമസ്വാമിയർ നാട് വിട്ടു പോകുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കിന് വെട്ടുകിട്ട് മറ്റുമൊക്കെ ചെയ്ത രാഷ്ട്രീയ ചരിത്രമാണ്. അപ്പോൾ വിട്ടു പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഈ PN പണിക്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ യഥാർത്ഥത്തിൽ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ പറവൂർ TK നാരായണപിള്ളയെ സംഘത്തിൻ്റെ പ്രസിഡൻ്റാക്കി അവൻ്റെ
സെക്രട്ടറിയായി സ്വയം അവരോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, സർ സി പിയുടെ സൃഷ്ടിയാണ്. അപ്പോൾ അതാണ് വാസ്തവത്തിൽ പിൽക്കാലത്ത് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ബേസായി തരുന്നത്, അടിസ്ഥാനമായി തരുന്നത്. എന്തുകൊണ്ടെന്നാൽ കാരണം സ്വാതന്ത്ര്യ സമരം കത്തിജ്വലിച്ചപ്പോൾ പനമ്പള്ളി ഗോവിന്ദനും മുണ്ടശ്ശേരിയും മറ്റാളുകളുമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടരായി. പക്ഷേ സ്വാതന്ത്ര്യത്തെ വഞ്ചിച്ച അതിനെതിരായി നിന്ന ആളുകൾക്കാണ് ഇത് കൊണ്ടുപോകാൻ സാധിച്ചത്. അന്ന് സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റി നടന്ന ആളാണ് പി എൻ പണിക്കർ. അപ്പോൾ പി എൻ പണിക്കരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം പിൽക്കാലത്ത് ചരിത്രകാരന്മാർ അവരുടെ കൂടെ നിൽക്കുന്നവരും ഒക്കെ ശ്രമിച്ചു. അതിലിപ്പോൾ പി എൻ പണിക്കർ തന്നെ ബോധപൂർവ്വം മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പലരെ കൊണ്ട് എഴുതിപ്പിച്ചു. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ കേരളത്തിലെ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാൻ വേണ്ടി പട്ടിണി കിടന്നാണ് പലയിടത്തും പോയത്. പലയിടത്തും ഗ്രാമങ്ങളിൽ പോയി ഗ്രന്ഥശാല സംഘടിപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹം വിശന്ന് തളർന്ന് വീണു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ചരിത്ര വസ്തുതയ്ക്കെതിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് 5 രൂപയാണ് ശമ്പളം, ഇദ്ദേഹത്തിന് 50 രൂപ അലവൻസും 50 രൂപ യാത്രപ്പടിയുമാണ്. അപ്പോൾ വിശന്ന് തളരേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബോധപൂർവമായി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വഴിതെറ്റിക്കാനാണ്, ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ആ കാര്യങ്ങൾ വഴിതെറ്റിക്കാനാണ് പണിക്കരും പണിക്കരുടെ കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് പണിക്കരോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ സഹായകരമായ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം വ്യക്തിപരമാണ് എന്ന് മാത്രം.